പേര് കേദാർനാഥ്. ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല വളരെയധികം ഉയർന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പാലക്കാട് ജില്ലയിൽ മാത്രം ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അത് ഒരു സംഭവമുണ്ട്. അതായത് പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ അവിടെയുള്ള ഡിവിഷൻ കട്ട് ചെയ്യുന്നൊരു പരിപാടി സർക്കാർ വിദ്യാലയങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രം 55 ഡിപ്ലോയ്മെൻ്റാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിപ്ലോയ്മെൻറ്റ് നടന്നത് വഴി നിയമനം കിട്ടാൻ വേണ്ടി അത് വേറെ കുറേ സ്കൂളുകളിൽ പുതിയതായിട്ട് കുറച്ച് ഡിവിഷൻ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ 2-3 ഡിവിഷൻ കൂടിയ സ്ഥലങ്ങളിലേക്ക് ഈ ഡിപ്ലോയ്മെൻറ്റ് വഴി ഡിവിഷൻ പോയ അധ്യാപകർക്ക് അവിടെ പോവേണ്ട അവസ്ഥ വരുന്നു. ഇതുവഴി ഈ തവണ LPSI എക്സാം എഴുതിയിട്ടുള്ള എൻ്റെ ഒരുപാട് കൂട്ടുകാർ പാലക്കാട് ജില്ലയിൽ തന്നെ ഉള്ള 30 റാങ്കുള്ള ഒരുപാട് ആൾക്കാർ പാലക്കാട് ജില്ലയിലുള്ള എൻ്റെ വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് 55 പേരിനി പുതിയൊരു ഡിവിഷൻ വന്ന് അവിടേക്ക് തിരിച്ചു പോയാൽ മാത്രമേ അവർക്കൊരു ജോലി കിട്ടുള്ളൂ, ഇവിടേക്ക് സ്ഥാനം കിട്ടുള്ളൂ. അപ്പോൾ പൊതുവിദ്യാലയം ഇത്രയും മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നത്? അതേപോലെ തന്നെ ഈ കുട്ടികളില്ലാതെ ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്? അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആയി എന്ന് പറയുന്നു. ഇവിടെയുള്ള പല വിദ്യാലയങ്ങളും 30-35 ക്ലാസ് റൂമുള്ള വലിയ വലിയ സ്കൂളുകളുണ്ട്, LP സ്കൂളുകൾ വരെയുണ്ട്. അതിൽ 20ഓളം സ്കൂളുകൾക്ക് മാത്രം പ്രൊജക്റ്റുകൾ അനുവദിച്ച് ആ പ്രൊജക്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഒരു 10ഓളം ലാപ്ടോപ്പുകൾ കൊടുക്കുമ്പോൾ അതിനെയാണോ ഹൈടെക് എന്ന് വിളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഇതാണോ ഹൈടെക് എന്നുള്ളതാണ് ചോദ്യം. ഒരു 30ഓളം ക്ലാസ് റൂമുകളുണ്ട്. അതിൽ 20ഓളം ക്ലാസ് റൂം മാത്രമേ പ്രൊജക്ടറുകളുള്ളൂ. അതിൽ ആ 20 പ്രൊജക്ടർ പ്രവർത്തിക്കാൻ 10ൽ താഴെ ലാപ്ടോപ്പുകൾ മാത്രമേ വിദ്യാലയങ്ങളിലുള്ളൂ. ഇതിനെയാണോ ഹൈടെക് എന്ന് പറയുന്നത്? അദ്ദേഹമാണ് മറുപടി. ഹൈടെക് എന്ന് പറഞ്ഞവരാണ് മറുപടി പറയേണ്ടത്. മറുപടി ഇതാണോ ഹൈടെക്? ചോദ്യം ഇതാണ്. ഇതാണോ ഹൈടെക്? വയനാട്ടിലെ ഒരു ഹൈടെക് വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് അതുകൊണ്ടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വരുമ്പോ തന്നെ അധ്യാപകന്റെ ചോദ്യത്തിൽ വരാം. അപ്പൊ അതിനിടയ്ക്ക് കയറിയത് കൊണ്ടാണ് അദ്ദേഹം മോഹൻസ് സ്കൂൾ കണ്ടിട്ടുണ്ടാവില്ല. മോഹൻസ് സ്കൂളിന്റെ ഹൈടെക്കിന് ഡിജിറ്റലൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് നിൽക്ക് സുഹൃത്തെ, മോഹൻസ് സ്കൂളിലേക്ക് നിങ്ങൾ പോയിട്ടൊന്ന് കാണണം. ആ സ്കൂള് ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട്. ഞങ്ങൾ SFI പ്രവർത്തകർ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞങ്ങൾ പോവാറുണ്ട്. അതെന്തിനാണെന്നറിയോ? അവിടുത്തെ പൊടിപടലങ്ങളെല്ലാം മാറ്റി അടിച്ചുവാരി ആ സ്കൂൾ വൃത്തിയാക്കി കൊടുക്കാൻ. ആ ബെഞ്ചും ഡെസ്കും ഇവർ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ള ബെഞ്ചും ഡെസ്കും ഒന്ന് എടുത്തു മാറ്റാൻ പോലും കഴിയില്ല. ഒന്ന് എപ്പോഴെങ്കിലും ആ മോഹൻസ് സ്കൂളിൽ ഒന്ന് പോയി നോക്ക്. എന്നിട്ട് സുഹൃത്തെ നിങ്ങൾ ഇതൊക്കെ പറയും. പിന്നെ ഹൈടെക് ക്ലാസ് റൂമുകൾ കേരളത്തിനകത്തെ ഒരു ക്ലാസ് വിടാതെ മുഴുവൻ ഹൈടെക് ആക്കി. എത്ര ക്ലാസുകൾ ഹൈടെക് ആയി? എത്ര ക്ലാസുകൾ, എത്ര സ്കൂളുകൾ ഫണ്ട് കൊടുത്താൽ ഞങ്ങൾ മുഴുവൻ പൂർത്തിയായിരിക്കും. എത്ര ക്ലാസ് മുറികൾ, എത്ര സ്കൂളുകൾ ഹൈടെക് ആയി? ഇവിടെ പറഞ്ഞു വിദ്യാർത്ഥികളുടെ കുറവ്. എത്ര സ്കൂളുകളാണ് യുഡിഎഫിന്റെ കാലഘട്ടത്തിൽ എത്ര സ്കൂളുകളാണ് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്? അവിടെ നിന്ന് ഈ 10 വർഷം ഏതെങ്കിലും ഒരു സ്കൂൾ അടച്ചുപൂട്ടിയോ? 1-2 ഡിവിഷൻ ഇല്ലാത്തതിന്റെ പേരിൽ വന്നിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു 6 സ്കൂളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഏതെങ്കിലും ഒരു സ്കൂള് ഈ 10 വർഷകാലത്തിൽ ഏതെങ്കിലും ഒരു സ്കൂള് അടച്ചുപൂട്ടിയതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയോ? വിദ്യാർത്ഥികളാണ് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നേ. ചോദിക്കുന്നത് നിങ്ങളൊന്ന് പറയും. ഒരു മിനിറ്റ്. 2 വർഷത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് പാസ്സായി വീണ്ടും PSC റാങ്ക് ഹൈടെക്കിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഹൈടെക് എന്നുള്ളത്? സാർ 2-3 വർഷം ഉറക്കമൊളിച്ചിരുന്ന് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ കയറിയ എന്റെ സുഹൃത്തുക്കൾക്കാണ് ഈ ഡിപ്ലോയ്മെന്റ് വഴി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജോലിക്ക് കയറാൻ പറ്റാതെ കോളേജുകളില് കോളേജ് പ്രൊഫസർ റാങ്കിൽ 1ാം റാങ്കാർക്ക് പോലും ഇവിടെ സീറ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. ഒരുപാട് പേര് വിദേശത്ത് പോയി പഠിക്കുന്നത്. അത് മറ്റൊരു വിഷയമാണെങ്കിലും ഇവിടെ
ഡിഗ്രി വരെയുള്ള പൊതുവിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് 1ാം റാങ്കുകാരന് പോലും ഇവിടെ ജോലി കിട്ടുന്നില്ല? യെസ്, മറ്റൊരു ചോദ്യം. അതേ മറുപടി പറയട്ടെ, ചോദിച്ചു പോയാൽ പോരല്ലോ, മറുപടി പറയട്ടെ. പഠിച്ചവർക്ക് ജോലിയില്ല എന്നുള്ളതാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത്. മാത്രല്ല കേരളം വിട്ട് പോവാണെന്നേ. കേരളം വിട്ട് ഒരു മിനിറ്റ് ഇതൊന്നും പറയട്ടെ. നിങ്ങളില്ലേ ഇന്ത്യ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയാ? നിങ്ങളുടെ ആൾക്കാരാണ്. കേരളത്തിനകത്ത് ഈ ഇന്ത്യയിൽ തന്നെ 60% PSC നടത്തി 3,12,000 വരുന്ന ആളുകൾക്ക് ജോലി കൊടുത്ത PSC കാര്യം പറയണ്ട. PSC റാങ്ക് ലിസ്റ്റിൽ 1-2 റാങ്ക് വാങ്ങിയ ആരാണെന്ന് നിങ്ങൾ അറിയിക്കാറുണ്ടല്ലോ. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ പറഞ്ഞെന്താ 2 കോടി തൊഴിലവസരം കൊടുക്കുന്നല്ലേ? പിണറായി എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? 3 ലക്ഷം പേര് ഈ സർക്കാർ കാലയളവിൽ പാലക്കാട് എത്ര യുവാക്കൾ തൊഴിൽ കൊടുത്തു? പാലക്കാട് ജില്ലയിൽ എത്ര യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തു? കേരളത്തിലെ കാര്യം പറ സഖാവേ. പിണറായി വിജയൻ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ഇവിടെ എന്തൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഇവിടെ എന്തൊക്കെ കേരളം പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കി, ഉൾപ്പെടെ നടപ്പിലാക്കി ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കുന്നുണ്ട്. എവിടെ? അതിന്റെ ഭാഗമായി എവിടെ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുപോയ കേരളത്തിലെ അഭ്യസ്ത വിദ്യാർത്ഥികളെ 2 കോടി തൊഴിലിന്റെ കാര്യം പറയോ? 2 കോടി തൊഴിലിന്റെ കാര്യം പറയോ സുഹൃത്തെ? 2 കോടി തൊഴിലെവിടെ? 2 കോടി തൊഴിൽ കേരളത്തിലെ തൊഴിലവസരങ്ങൾ, പാലക്കാട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇവിടുത്തെ കാര്യം ഇവിടുത്തെ പറഞ്ഞ ശേഷം അങ്ങോട്ട് പോവാം. ഇവിടെ പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ചെയ്തത് ഇവിടുത്തെ PSC കാരായിട്ടുള്ള 3,12,000 പേര് വെറുതെയല്ല. കേരളത്തിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ 60% നിയമനം നടന്നത് കേരളത്തിലല്ലേ? ആ നിയമനത്തിലെ കാര്യം ഞാൻ പറഞ്ഞ PSC റാങ്ക് പട്ടികയിൽ അഭിപ്രായമുണ്ടോ? എങ്ങനെ നടന്ന്? ആരാ 1-2 റാങ്ക് വാങ്ങിയത്? വെറുതെയല്ല ഉള്ള ആരാ? ശിവരഞ്ജിത്താരാ? സഖാവേ 3 ലക്ഷം വരുന്ന യുവതീ യുവാക്കൾക്ക് PSC മുഖാന്തരം ജോലി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രഖ്യാപിച്ച 2 കോടി തൊഴിലിന് 2,000 പേർക്കെങ്കിലും കൊടുത്തു എന്നുള്ളത് 2 കോടിയിൽ 6 കോടി തൊഴിലവസരം നരേന്ദ്രമോദി നൽകും. സതീഷ് കൂടെ പറയട്ടെ. തൊഴിൽ എംപ്ലോയ്മെന്റ് ഞാൻ സ്കൂളുകളുടെ കാര്യങ്ങളിലേ വരാം. വിപിൻ SFI നേതാവല്ലേ, അദ്ദേഹം ഇതിനെ കുറിച്ച് പഠിച്ചു വരണ്ടേ? നോക്കൂ, UDFന്റെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോ, ഉമ്മൻചാണ്ടി ഭരണം അവസാനിപ്പിച്ചു പോകുമ്പോ കേൾക്കുന്നേ, നിങ്ങൾ കേക്ക്. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ഭരണം അവസാനിപ്പിച്ചു പോകുമ്പോ കേരളത്തിലെ സർക്കാർ സ്കൂളുടെ എണ്ണം 5,010. ഇപ്പൊ കേരളത്തിലുള്ള സർക്കാർ സ്കൂളുടെ എണ്ണം 4,829 എന്ന് വെച്ചാൽ 201 സ്കൂളുകൾ പൂട്ടിയ ആളുകളാണ് ഇവിടെ. ഒരു സ്കൂൾ പോലും പൂട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് യൂണിയൻ മിനിസ്റ്റർ ഇന്ത്യയുടെ പാർലമെന്റ് പറഞ്ഞ